ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കിടിലം ബീഫ് ഫ്രൈ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം, അതായത് ഉള്ളി വഴറ്റി ഒന്നും കഷ്ടപ്പെടാതെ എണ്ണ കുറവായിട്ട് ഒരു ബീഫ് ഫ്രൈ. നമുക്ക് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ, പെട്ടെന്ന് ഈസി ബീഫ് ഫ്രൈ. നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സവാളയേ ഉള്ളൂ കേട്ടോ, കുറച്ച് ബീഫേ ഉള്ളൂ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും എനിക്ക് കാശ് ഞാൻ എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് പെട്ടെന്ന് നമ്മൾ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. കുറച്ച് ഉപ്പ്, ബാക്കി സംഗതി എടുത്തുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ശകലം മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ആകുമ്പോൾ മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെരുംജീരകം നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ കൈ കൊണ്ടിത് മിക്സ് ചെയ്യണേ. നല്ലോണം ഞെവിടി അങ്ങോട്ട്. ഇച്ചിരി വെളിച്ചെണ്ണ അതിനടുത്തുണ്ടോ? വെളിച്ചെണ്ണ കുപ്പിന്ന് എടുക്കണ്ട, കുപ്പി എടുത്താൽ മതി. ഇത്തിരി വെളിച്ചെണ്ണ കൂടെ. പോയി കുളിക്ക് പാറുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതൊരു 5 വിസിൽ, എൻ്റെ കുക്കറിനൊരു 5 വിസിൽ മതി ബീഫ് വേവാൻ. ഓരോരുത്തർ കുക്കറിന് ഓരോ ഇത്തിരി കൈവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വിസിൽ എടുപ്പിച്ചെടുക്കാം. വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബീഫ് വെന്തോന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ക്യാമറമാൻ എങ്ങോട്ടൊക്കെയോ ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമുക്കത് നേരെ ചട്ടിയിലോട്ട് തട്ടി കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നേരെ അങ്ങ് തട്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഇരുമ്പ് ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ വെള്ളം അങ്ങ് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അല്ലാത്ത അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. നമുക്ക് കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. കുറച്ച് കുരുമുളകും നന്നായിട്ട് ഏറെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ എരിയാണ് ഇതിന് നന്നായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെച്ച് പറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ധൃതിയാണ്, രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കായതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ആ ഡ്രൈ ആക്കി എടുക്കുന്നതിലാണ്, എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കുക. ഞാൻ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഇതിനകത്ത് മിക്സ് ചെയ്തപ്പോഴും ഇപ്പോഴും ഒരു ഇത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആവും. പക്ഷെ അത്ര കണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഈ പരുവത്തിലങ്ങ് എടുത്ത്, പിന്നെ ഒരു ഇത്തിരി കൂടെ ഞാൻ വെച്ചിട്ട് ഇളക്കി ഇച്ചിരി കൂടെ ഡ്രൈ ആക്കി എടുത്ത് കേട്ടോ ഉച്ചക്കത്തേക്കൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഭയങ്കര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. വലിയ പണികളോ ഉള്ളി വഴറ്റി കഷ്ടപ്പെടേണ്ട അങ്ങനെ ഒന്നും പണിയൊന്നുമില്ല. ആകെ ആ ഉള്ളി എരിയുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചതയ്ക്കുന്ന ഒരു ടൈം മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിള്ളേർക്ക് കുറച്ച് എരി കുറച്ച്, ഇവിടെ പിള്ളേർക്ക് കുരുമുളകിൻ്റെ എരിയൊന്നും അത്ര പ്രശ്നമില്ല, അങ്ങനെ ഇറച്ചി കാര്യങ്ങൾക്കൊന്നും അത്ര എരി പ്രശ്നമല്ല. ബാക്കി കറി സാമ്പാറിന് എരി കൂടിയ പ്രശ്നമാണെങ്കിലും ബീഫ് ഫ്രൈക്കോ അങ്ങനെയൊന്നുള്ള പ്രശ്നം, ഇത് എരിയൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പോൾ നമുക്കിത് പാറുവിന് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് റെഡിയാക്കിയത് രാവിലെ തന്നെ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് റെഡിയാക്കത്തുള്ളായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ ലഞ്ച് ബോക്സിലോട്ട് ഞാനിത് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നേരത്തെ ഒരു സിലോപ്പിയ വറുത്തതും ഒക്കെ ഞാൻ ചോറും ഒക്കെ തട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു, അതും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൽ കണ്ടു കാണുമായിരിക്കും എല്ലാവരും. ഇപ്പം നമ്മൾ ആ റെസിപ്പിയാണിത്. അപ്പോൾ ആവശ്യത്തിന് തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടുതൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ പറയും, അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നത് കൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ ഇത്രയൊന്നും കഴിക്കത്തില്ല. അപ്പം ഞാൻ ചുമ്മാ തട്ടമൊക്കെ ഒന്ന് കറക്കി ഷോ കാണിച്ചാണ്.
അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.